നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് +2 സോഷ്യോളജി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് 100% ഉപകരിക്കുന്ന 6 മാർക്കിൻ്റെ 7 ചോദ്യങ്ങളാണ്. ഈ ചോദ്യങ്ങൾ വിവിധ ചാപ്റ്ററുകളിൽ നിന്നാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. മുൻകാലങ്ങളിൽ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ മാത്രം തെരഞ്ഞു പിടിച്ചുകൊണ്ടാണ് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഇത് റെഗുലറായിട്ട് പഠിക്കുന്ന സോഷ്യോളജി റെഗുലറായിട്ട് എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾക്കും, അതായത് സ്കൂൾ വിദ്യാർത്ഥികൾക്കും, അതുപോലെ തന്നെ +2 തുല്യതാ പരീക്ഷ എഴുതാൻ പോകുന്ന മെയ് മാസത്തിൽ തുല്യതാ പരീക്ഷ എഴുതാൻ പോകുന്ന പഠിതാക്കൾക്കും ഉപകാരപ്പെടും. 100% ഗ്യാരണ്ടിയാണ്. 6 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ ചോദ്യം വരുന്നത് ഹോം ബേസ്ഡ് വർക്ക് ആൻഡ് ഇറ്റ്സ് ഡിമെറിറ്റ് എന്നുള്ളതാണ്. ഹോം ബേസ്ഡ് വർക്ക് ആൻഡ് ഇറ്റ്സ് ഡിമെറിറ്റ്സ്, അതായത് ഗാർഹിക അടിസ്ഥാനത്തിലുള്ള ജോലിയുടെ ഫീച്ചേഴ്സ് ആണ്. ഹോം ബേസ്ഡ് വർക്ക് ഫീച്ചേഴ്സ് ഓഫ് ഹോം ബേസ്ഡ് വർക്ക് ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് ഓഫ് ഹോം ബേസ്ഡ് വർക്ക് ആൻഡ് ഇറ്റ്സ് ഡിമെറിറ്റ്സ്. ഓക്കെ, അതിൻ്റെ ദോഷങ്ങളുമാണ്. ഗാർഹിക അടിസ്ഥാനത്തിലുള്ള ജോലിയുടെ പ്രത്യേകതകളും അതിൻ്റെ ദോഷങ്ങളുമാണ് ഒന്നാമത്തെ ചോദ്യത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത്. പാർട്ട് ബി 5ാമത്തെ ചാപ്റ്ററാണിത്. നിങ്ങൾക്ക് ബുക്ക് 2 ഉണ്ട്. അതിൽ പാർട്ട് ബി 5 നമ്മുടെ കയ്യിൽ നിന്ന് ബുക്ക് വാങ്ങിയവരുണ്ടെങ്കിൽ, അതായത് നോട്ട് ബുക്ക് പ്രിപ്പയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, അതിൽ നിന്ന് വാങ്ങിയവരുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ ചാപ്റ്റർ നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ഗാർഹിക അടിസ്ഥാനത്തിലുള്ള ജോലിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, ദോഷങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം ഉൾപ്പെടുത്തിയിരിക്കുന്നത് TNCസിനെ കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ട്രാൻസ്നാഷണൽ കോർപ്പറേഷൻ എന്നുള്ളതാണ്. ഡിഫൈൻ ഓർ ഡിസ്കസ് ട്രാൻസ്നാഷണൽ കോർപ്പറേഷൻ എന്നായിരിക്കും. കുത്തക കോർപ്പറേഷനുകൾ, ആഗോള കുത്തക കോർപ്പറേഷനുകളെ കുറിച്ച് വിവരിക്കാനാണ്. ഇതും പാർട്ട് ബിയിലെ 6ാമത്തെ ചാപ്റ്ററിൽ നിന്നാണ്. പാർട്ട് ബി 6ാമത്തെ ചാപ്റ്ററിൽ നിന്ന് ആഗോള കുത്തക കോർപ്പറേഷനുകളെ കുറിച്ച് വിവരിക്കുക. ട്രാൻസ്നാഷണൽ കോർപ്പറേഷൻ, ദാറ്റ് ഈസ് TNCs എന്ന് പറയും. ഓക്കെ, മൂന്നാമത്തെ ചോദ്യവും പാർട്ട് ബി 6ാമത്തെ ചാപ്റ്ററിൽ നിന്ന് തന്നെയാണ്. കൾച്ചറൽ ചേഞ്ചസ് ആഫ്റ്റർ ഗ്ലോബലൈസേഷൻ എന്നുള്ളതാണ്. കൾച്ചറൽ ചേഞ്ചസ് ആഫ്റ്റർ ഗ്ലോബലൈസേഷൻ, ആഗോളവൽക്കരണം സംസ്കാരത്തിലുണ്ടാക്കിയ മാറ്റങ്ങൾ എന്തെല്ലാം എന്നുള്ളതാണ്. നമുക്ക് ആ ഒരു ചോദ്യത്തിൻ്റെ സ്റ്റൈൽ അതാണ്. ഹെഡിങ് ഇതാണ്. അതായത് നമ്മുടെ ടോപ്പിക് വരുന്നത് കൾച്ചറൽ ചേഞ്ചസ് ആഫ്റ്റർ ഗ്ലോബലൈസേഷൻ എന്നുള്ളതാണ്. ആ ഭാഗമാണ് നിങ്ങൾ നോക്കേണ്ടത്. ആഗോളവൽക്കരണം സംസ്കാരത്തിലുണ്ടാക്കിയിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ്, ചേഞ്ചസ് എന്തൊക്കെയാണെന്നുള്ളതാണ് കൾച്ചറൽ ചേഞ്ചസ്. ഈ ഗ്ലോബലൈസേഷൻ എന്തൊക്കെ കാരണങ്ങൾ ഉണ്ടാക്കി എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ദെൻ നാലാമത്തേത് പാർട്ട് ബി 6ാമത്തെ ചാപ്റ്ററിൽ നിന്ന് തന്നെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കൾച്ചർ ഓഫ് കൺസംഷൻ ആണ്. ഉപഭോഗ സംസ്കാരം എന്താണെന്നാണ് ചെറിയൊരു ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ചോദിക്കാം. ഉപഭോഗ സംസ്കാരം, 4ാമത്തെ ഒരു ചോദ്യം. ഉപഭോഗ സംസ്കാരം, പാർട്ട് ബി 6ാമത്തെ ചാപ്റ്റർ, കൾച്ചർ ഓഫ് കൺസംഷൻ എന്നാണ്. ഓക്കെ, ദെൻ 5ാമത്തെ ചോദ്യം പാർട്ട് ബി 7ാമത്തെ ചാപ്റ്ററിൽ നിന്ന് മാസ് മീഡിയ ഇൻ ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ, സ്വതന്ത്ര ഇന്ത്യയിലെ ബഹുജന മാധ്യമങ്ങൾ എന്നതാണ്. സ്വതന്ത്ര ഇന്ത്യയിലെ ബഹുജന മാധ്യമങ്ങൾ എന്നതാണ് 5ാമത്തെ ചോദ്യമായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മാസ് മീഡിയ ഇൻ ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ, പാർട്ട് ബി 7th ചാപ്റ്റർ. പാർട്ട് ബി 7th ചാപ്റ്ററിൽ നിന്ന് മറ്റൊരു ചോദ്യം ഗ്ലോബലൈസേഷൻ ആൻഡ് ദ മീഡിയ എന്നുള്ളതാണ്. ആഗോളവൽക്കരണത്തിന് ശേഷമുള്ള, ആഫ്റ്റർ ദ ഗ്ലോബലൈസേഷൻ. ഓക്കെ, ഏത് മാസ് മീഡിയ. ഓക്കെ, മാസ് മീഡിയ, ബഹുജന മാധ്യമങ്ങൾ ആഗോളവൽക്കരണത്തിന് ശേഷം എന്ന ടോപ്പിക്കാണ്. ഗ്ലോബലൈസേഷൻ ആൻഡ് ദ മാസ് മീഡിയ. ഓക്കെ, ഗ്ലോബലൈസേഷന് ശേഷമുള്ള ബഹുജന മാധ്യമങ്ങൾ എന്നുള്ളതാണ് 6ാമത്തെ ചോദ്യമായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, ഇത് പാർട്ട് ബി 7th ചാപ്റ്ററിൽ നിന്ന് തന്നെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ദെൻ 7ാമത്തെ ചോദ്യം വിവിധ തരം സാമൂഹ്യ പ്രസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതാണ്. ടൈപ്സ് ഓഫ് സോഷ്യൽ മൂവ്മെൻറ്റ്സ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. പാർട്ട് ബി 8ാമത്തെ ചാപ്റ്ററിലാണ് വിവിധ തരം സാമൂഹ്യ പ്രസ്ഥാനങ്ങൾ, ടൈപ്സ് ഓഫ് സോഷ്യൽ മൂവ്മെൻറ്റ്സ്. ഓക്കെ, അപ്പോൾ പ്രധാനപ്പെട്ട 7 ചോദ്യങ്ങൾ മാത്രമേ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഇനിയും നിങ്ങൾക്ക് ചോദ്യങ്ങൾ ഇതിലേക്ക് വരുത്താവുന്നതാണ്. അപ്പോൾ ഈ ഓരോ കാര്യങ്ങളും നമ്മൾ സെപ്പറേറ്റ് പഠിക്കും. വിവിധ തരം സാമൂഹ്യ പ്രസ്ഥാനങ്ങൾ, ടൈപ്സ് ഓഫ് സോഷ്യൽ മൂവ്മെൻറ്റ്സ് എന്നുള്ളത് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്.
വിവിധതരം സാമൂഹ്യ പ്രസ്ഥാനങ്ങൾ 3 എണ്ണമാണുള്ളത്. ഒന്ന് വിമോചനാത്മക സാമൂഹ്യ പ്രസ്ഥാനങ്ങൾ, രണ്ടാമത്തേത് പരിഷ്കരണാത്മകമായ സാമൂഹ്യ പ്രസ്ഥാനങ്ങൾ, 3 വിപ്ലവാത്മകമായ സാമൂഹ്യ പ്രസ്ഥാനങ്ങൾ. അപ്പോൾ സാമൂഹ്യ പ്രസ്ഥാനങ്ങൾ 3 തരത്തിൽ നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. ഒന്ന് വിമോചനാത്മക സാമൂഹ്യ പ്രസ്ഥാനങ്ങൾ, അംഗങ്ങളുടെ പ്രവർത്തനത്തിലും വ്യക്തിപരമായ അവബോധത്തിലും മാറ്റം വരുത്തുന്നതിനായി ശ്രമിക്കുന്ന പ്രസ്ഥാനങ്ങളാണ് വിമോചനാത്മക പ്രസ്ഥാനങ്ങൾ. സാമൂഹ്യ പ്രസ്ഥാനങ്ങൾ അംഗങ്ങളുടെ പ്രവർത്തനത്തിലും വ്യക്തിപരമായ അവബോധത്തിലും മാറ്റം വരുത്തുന്നതിന് വേണ്ടി ശ്രമിക്കുന്ന പ്രസ്ഥാനങ്ങളെയാണ് വിമോചനാത്മക സാമൂഹ്യ പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്നത്. ഉദാഹരണം SNDP ആണ്, ശ്രീനാരായണ ഗുരു ആവിഷ്കരിച്ചിട്ടുള്ള SNDP. രണ്ടാമത്തത് പരിഷ്കരണാത്മകമായ സാമൂഹ്യ പ്രസ്ഥാനങ്ങളാണ്. സാമൂഹികവും രാഷ്ട്രീയവുമായ സമ്പ്രദായങ്ങളെ മാറ്റത്തിന് വിധേയമാക്കാനുള്ള ശ്രമമാണ് പരിഷ്കരണാത്മകമായ സാമൂഹ്യ പ്രസ്ഥാനങ്ങൾ. അവിടെ ഒരു പരിഷ്കരണം കൊണ്ടുവരികയാണ്, ഒരു മാറ്റം കൊണ്ടുവരികയാണ്. സാമൂഹ്യമായിട്ടോ രാഷ്ട്രീയമായിട്ടോ നിലവിലുള്ള സമ്പ്രദായങ്ങളെ മാറ്റിയിട്ട് പുതിയൊരു സിസ്റ്റം നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പരിഷ്കരണം കൊണ്ടുവരുന്നതിനാണ്. അതിനു വേണ്ടിയിട്ടുള്ള ഒരു പ്രസ്ഥാനം, സാമൂഹ്യ പ്രസ്ഥാനം, പരിഷ്കരണാത്മകമായിട്ടുള്ള പ്രസ്ഥാനം. അത് വിവരാവകാശ നിയമം അതിന് ഉദാഹരണമാണ്. ഭാഷാ സംസ്ഥാനങ്ങളുടെ രൂപീകരണം, വിവരാവകാശ നിയമം, ഇതൊക്കെ പരിഷ്കരണാത്മകമായിട്ടുള്ള സാമൂഹ്യ പ്രസ്ഥാനത്തിന് ഉദാഹരണമാണ്. നേരെ മറിച്ച് മൂന്നാമത്തത് വിപ്ലവാത്മകമായ സാമൂഹ്യ പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ നിലവിലുള്ള സാമൂഹ്യ വ്യവസ്ഥയിൽ സമൂലമായ പരിവർത്തനം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന പ്രസ്ഥാനങ്ങൾക്കാണ് വിപ്ലവാത്മക പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്നത്. അതായത് സാമൂഹികമായിട്ട് ഉള്ള അനീതികൾക്കെതിരെയോ അനാചാരങ്ങൾക്കെതിരെയോ ഒക്കെ അതല്ലെങ്കിൽ അത്തരം നിലവിലുള്ള സാമൂഹ്യ പ്രവർത്തനങ്ങൾ വ്യവസ്ഥയിൽ സമൂലമായിട്ടുള്ള മാറ്റം, അത് മുഴുവനായിട്ട് എടുത്ത് മാറ്റി, അതിൽ ചെറിയ പോർഷൻ മാത്രമല്ല മുഴുവനായിട്ട് മാറ്റം വരുത്തി പുതിയൊരു സിസ്റ്റം നടപ്പിലാക്കുന്ന തരത്തിലുള്ള ഒരു സാമൂഹിക പ്രസ്ഥാനം വിപ്ലവാത്മകമായിട്ടുള്ള പ്രസ്ഥാനമാണ്. ഇന്ത്യയിൽ നക്സലൈറ്റ് പ്രസ്ഥാനങ്ങൾ ഇതിന് ഉദാഹരണമാണ്. അതുപോലെ റഷ്യയിലെ ബോൾഷെവിക് വിപ്ലവം, ഇതൊക്കെ വിപ്ലവാത്മകമായിട്ടുള്ള സാമൂഹ്യ പ്രസ്ഥാനങ്ങൾക്ക് ഉദാഹരണമായിട്ട് കണക്കാക്കപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പ്രധാനപ്പെട്ട വിവിധതരം സാമൂഹ്യ പ്രസ്ഥാനങ്ങളാണ് 3 എണ്ണം. ആ 3 എണ്ണം നമ്മൾ പറഞ്ഞു. ഒന്ന് വിമോചനാത്മക സാമൂഹ്യ പ്രസ്ഥാനം, രണ്ടാമത്തേത് പരിഷ്കരണാത്മകമായ സാമൂഹ്യ പ്രസ്ഥാനങ്ങൾ, മൂന്നാമത്തേത് വിപ്ലവാത്മകമായ സാമൂഹ്യ പ്രസ്ഥാനങ്ങൾ. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നമ്മൾ മറ്റുള്ള ചോദ്യങ്ങളും ഡിസ്കസ് ചെയ്യും അടുത്ത ഒരു വീഡിയോയിൽ. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. തീർച്ചയായും ഉപകാരപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മാക്സിമം നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യണം. ഷെയർ ചെയ്ത് എല്ലാവരിലേക്കും എത്തിക്കുക. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഓൾ എന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക. പുതിയ ക്ലാസ്സുകൾ നിങ്ങൾക്ക് നേരിട്ട് കിട്ടാൻ അത് സഹായിക്കും. ഓക്കെ, ഇനി നമുക്ക് വീണ്ടും പുതിയൊരു ടോപ്പിക്കുമായി പുതിയ വീഡിയോയിൽ കാണാം. ഇതുവരെ ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.